സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ഗൗരാംഗ മഹാപ്രഭുവായിട്ട്, ഗൗരാംഗൻ എന്ന് ഭഗവാൻ ഒരു പേരുണ്ട്, അതായത് സുവർണ നിറത്തോട് കൂടിയവൻ, അതാണ് ഗൗര അങ്കൻ എന്ന് പറയുന്നത്. അദ്ദേഹം ജഗന്നാഥ മിശ്ര ശചി ദേവി എന്ന ദമ്പതികളുടെ മകനായിട്ട് ജനിച്ചു, അവതരിച്ചു നവദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്ത്. ശ്രീമതി രാധാറാണിയുടെ നിറത്തോടു കൂടിയാണ് കൃഷ്ണൻ വന്നത്. അദ്ദേഹത്തിൻ്റെ അസംഖ്യം കൂട്ടുകാരും സേവകരും കുടുംബാംഗങ്ങളും അവരെല്ലാം ഭഗവാനോടൊപ്പം തന്നെ ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു എന്ന് പറയും. ഇതിനു മുമ്പെയുള്ള അവതാരങ്ങളിൽ ഭഗവാൻ അസുരന്മാരെ വധിച്ചു ശക്തമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട്. പക്ഷേ ഗൗരാംഗനായിട്ട് ഭഗവാൻ വരുമ്പോൾ കാരുണ്യം കൊണ്ടാണ് എല്ലാവരും കീഴടക്കിയത്. അദ്ദേഹത്തിൻ്റെ ആയുധം തിരുനാമമാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെയാണ് ചൈതന്യ മഹാപ്രഭു ഓരോ വ്യക്തികളുടെയും ഹൃദയത്തെ മാറ്റുന്നത്. അദ്ദേഹം ഒരു ഭക്തനായിട്ട് വരികയാണ്. ആ ഭക്തനായിട്ട് അദ്ദേഹം വന്നപ്പോൾ ഭക്തി എങ്ങനെ ആചരിക്കണം എന്ന് സ്വയം കാണിച്ചു കൊടുക്കുകയാണ്. ഏറ്റവും അമൂല്യമായിട്ടുള്ള രത്നമായ ശ്രീ രാധാകൃഷ്ണ പ്രേമം, ശ്രീ രാധാകൃഷ്ണൻ്റെ ആ ഗോലോക വൃന്ദാവനത്തിൽ പ്രവേശിക്കാനുള്ള മഹാസൗഭാഗ്യം എല്ലാ ജീവജാലങ്ങൾക്കും ചൈതന്യ മഹാപ്രഭു കൃഷ്ണപ്രേമം കൊടുക്കാനായിട്ട് വന്നത്. യോഗ്യത അയോഗ്യത ഒന്നും നോക്കാതെ എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ട് കൊടുത്തു കൃഷ്ണപ്രേമം, ഈ അമൂല്യമായിട്ടുള്ള നിധി. അതിനുവേണ്ടി ഒരു തപസ്സങ്ങ് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല, വ്രതങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. കൃഷ്ണപ്രേമമാകുന്ന അതിമനോഹരമായിട്ടുള്ള ആ മാധുര്യത്തിൽ എല്ലാ ജീവജാലങ്ങളെയും ചക്കി ആ ഒരു കൃഷ്ണപ്രേമത്തിൻ്റെ സമുദ്രത്തിൽ മഗ്നരായിട്ടുള്ള ജീവാത്മാക്കൾ ഈ ലോകത്തിലെ ഒരു ദുഃഖമായിട്ട് തോന്നുന്ന ഒരു പ്രശ്നമാണ് തോന്നുന്നത്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് നാമസങ്കീർത്തനം ഒരുപാട് ഇഷ്ടമാണ്. അന്നേരം കലിയുഗത്തിൽ പറയുന്നു, സുമേധസ്സുകളായിട്ടുള്ള വ്യക്തികൾ, ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു 11ാമത്തെ സ്കന്ധത്തിൽ, സുമേധസ്സുകളായിട്ടുള്ള വ്യക്തികൾ, അതായത് ഉയർന്ന മേധാശക്തിയുള്ള വ്യക്തികൾ, അവർ കലിയുഗത്തിൽ ഭഗവാന്റെ തിരുനാമ യജ്ഞം, സങ്കീർത്തന യജ്ഞം ചെയ്യണം. ആ സങ്കീർത്തന യജ്ഞത്തിലൂടെ ആ യജ്ഞപുരുഷനായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിനെ സ്തുതിക്കും. അതിലൂടെ മറ്റ് യുഗങ്ങളിലൊക്കെ നടക്കുന്ന എങ്ങനെയാണോ ഓരോ വ്യക്തികളുടെ അഭിലാഷങ്ങളൊക്കെ പൂർത്തീകരിച്ചത്, അതിനെക്കാട്ടിയും പരമപുരുഷാർത്ഥമായ കൃഷ്ണപ്രേമം ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. മഹാഭാരതത്തിലെ വിഷ്ണു സഹസ്രനാമത്തിലെ ഒരു ഭാഗമാണ്. അതിൽ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ സുവർണ നിറത്തോടെ, സുവർണവർണ്ണോ ഹേമാങ്കു, വന്നിരിക്കുകയാണ് ഈ ഒരു അവതാരത്തിൽ. അദ്ദേഹത്തിൻ്റെ അംഗങ്ങളെല്ലാം സുവർണ നിറത്തിലാണ്, ചുട്ടുപഴുപ്പിച്ച ആ ഒരു സ്വർണത്തിൻ്റെ നിറമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം അതിസുന്ദരമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെയെല്ലാം അലങ്കരിച്ചിരിക്കുന്ന ചന്ദനത്തിൻ്റെ ലേപം കൊണ്ടാണ്. അദ്ദേഹം എപ്പോഴും കൃഷ്ണ 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 എന്ന് ഭജിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം അദ്ദേഹം സന്യാസമെടുക്കും. സന്യാസമെടുത്തതിന് ശേഷം അദ്ദേഹം നിഷ്പക്ഷനായിട്ടും സമതുല്യതയോടുകൂടി ഈ പ്രപഞ്ചങ്ങളെ കാണാൻ പഠിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം, എങ്ങനെ ഹരിനാമ സങ്കീർത്തനം കൂടുതൽ ചെയ്ത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കൃഷ്ണഭക്തി നിറയ്ക്കാം, മറ്റുള്ളവരെ കൊണ്ട് നാമം ജപിപ്പിക്കാം എന്നത് ഒറ്റ ലക്ഷ്യമേ ചൈതന്യമാക്കുന്നു. അദ്ദേഹം നിർവ്യക്തിഗതവാദികളായിട്ടുള്ള മായാവാദികളെയൊക്കെ തർക്കിച്ച് തോൽപ്പിക്കുകയാണ്. തർക്കം എന്ന് പറഞ്ഞാൽ തർക്കിക്കാൻ വേണ്ടി തർക്കിക്കുകയല്ല, ശാസ്ത്രാനുസൃതമായിട്ട് യുക്തിപരമായിട്ട് അദ്ദേഹം അവരെയെല്ലാം തോൽപ്പിച്ചു, അവരുടെ ഹൃദയത്തെയും ജയിച്ചു. അങ്ങനെ അവരെ എല്ലാവരെയും ഭഗവാന്റെ ഭക്തരാക്കി മാറ്റി. സന്യാസ്കൃക്ഷമ ശാന്തോ നിഷ്ഠ ശാന്തിപരായണ. അദ്ദേഹം ശാന്തിയുടെയും ഭക്തിയുടെയും ഏറ്റവും പരമോന്നതമാണ് എന്ന് പറയുന്നു.